നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിംഗ്, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുമായിട്ട് നിങ്ങൾക്കൊരു വിവാഹ യോഗമുണ്ടോ? അതാണ് ചോദിക്കാൻ പോകുന്നത്. ഇപ്പൊ 2ാം വിവാഹമാകാം, 3ാം വിവാഹമാകാം, എന്താണ്, അല്ലെങ്കിൽ ആദ്യത്തെ വിവാഹമാകാം. അപ്പൊ നിങ്ങൾക്കൊരു യോഗമുണ്ടോ? ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. റീഡിങ്ങിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കുണ്ടലിനി യോഗ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശാരീരിക അസ്വസ്ഥതകളും മാനസിക അസ്വസ്ഥതകളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു കാർഡേ വന്നിട്ടുള്ളൂ. അപ്പോ നിങ്ങളുടെ ചക്രാസ് അലൈൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുമെന്നാണ് പറയുന്നത്. ഓം നമഃ ശിവായ. അപ്പൊ അതിന് യോഗ പ്രാക്ടീസ് ചെയ്യണം, കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്ന ഈ ഒരു കാർഡ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എനർജി ടാരോ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്ക് ഈ സ്നേഹിക്കുന്ന ആളുമായിട്ടൊരു വിവാഹ യോഗമുണ്ടോ? അതാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം. അതിനു മുമ്പ് നമുക്ക് നിങ്ങൾ തമ്മിലുള്ള എനർജി ഒന്ന് നോക്കിയേക്കാം, അല്ലെ? നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമായിട്ടുള്ള എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ സ്നേഹം, ഒരു സ്നേഹം നഷ്ടപ്പെട്ട പോലത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ ആരെങ്കിലും ഇടപെട്ടിട്ടുള്ള പ്രശ്നമാണോ, അതോ നിങ്ങൾ തമ്മിൽ രണ്ടുപേരും പറഞ്ഞു തെറ്റിയതാണോ? ഇവിടെ കുറച്ചൊരു സ്വാർത്ഥത കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, വളരെയധികം സ്നേഹിച്ചിരുന്ന രണ്ടുപേരാണ്. പക്ഷെ അത് തകിടം മറിഞ്ഞു എന്നാണ് പറയുന്നത്. ആ സ്നേഹം വേറെ ഏതോ വഴിക്ക് പോയി, എന്തോ ഒരു കാരണമുണ്ടായി. ഇത് തെറ്റിദ്ധാരണയാണോ, അതോ കുണ്ടലിനി യോഗ നമുക്ക് അലൈൻഡ് അല്ലെങ്കിൽ നമുക്ക് ശരീരത്ത് ശരീരത്ത് ബുദ്ധിമുട്ടുണ്ടാവും, നമ്മൾക്ക് സ്നേഹം തിരിച്ചറിയാൻ പറ്റില്ല, മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്ന് റെഡ് ഫ്ലാഗ്സ് കാണാൻ പറ്റില്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോ ആകെ കൂടെ ഒരു എന്താ പറയാ, ഒരു അന്തോ കുന്തോ ഇല്ലാതെ പോലത്തെ ആയിപ്പോകും. അതുകൊണ്ടാണ് കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണം, കുണ്ടലിനി ചക്രാസ് അലൈൻ ആക്കി കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഇവിടെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു ഓവർ പൊസസീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. നമ്മൾ രണ്ടുപേര് തമ്മിൽ പരിചയപ്പെടുന്നു, കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി, കൊള്ളാം, നമുക്ക് കല്യാണം കഴിക്കാം. അപ്പൊ രണ്ടുപേരും അടുത്ത് കഴിയുമ്പോൾ മറ്റേയാളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ പ്രശ്നം. ഫ്രണ്ട്സിനോട് മിണ്ടാൻ പാടില്ല, അവരുടെ കൂടെ കറങ്ങാൻ പാടില്ല, ഇന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല. ഇപ്പൊ ഒരു പുതിയൊരു പരിപാടിയാണല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കൂടുതൽ റെസ്ട്രിക്ഷൻസ് വെക്കുന്നു. അപ്പൊ ആ റെസ്ട്രിക്ഷൻസ് വന്നു കഴിഞ്ഞപ്പോ ഒരാൾക്ക് ഇതിനകത്ത് ഫ്യൂച്ചർ പണിയാകും, കൂടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഫ്യൂച്ചർ കുളമാകും എന്നൊരു ചിന്ത ഒരാളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊരു സംശയം ഒരാളുടെ മനസ്സിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടായിരിക്കും മിക്കവാറും ഈ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോവുകയോ നിങ്ങളെ നിങ്ങൾക്കായിട്ട് കോണ്ടാക്ട് ഇപ്പൊ നിർത്തി വെച്ചിരിക്കുകയായിരിക്കും. അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. എന്നാലും പറഞ്ഞ് നമുക്ക് ഇതിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുമോ? അതാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കാനുള്ള ഒരു യോഗമുണ്ടോ? ആദ്യമൊക്കെ ഇതൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ ആയി കല്യാണം നടക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ യെസ് എന്നാണ് പറയുന്നത്. വിവാഹ യോഗമുണ്ട് നിങ്ങൾക്ക്. ജസ്റ്റിസ് കാർഡാണ്. ജസ്റ്റിസ് കാർഡ് വരുന്നത് ലീഗൽ മാറ്റേഴ്സ് ആണ്. മാരേജ് ഒരു ലീഗൽ ബോണ്ടാണ്. അപ്പൊ ഇവിടെ ഒരു വിവാഹത്തിനുള്ള യോഗം നിങ്ങൾ തമ്മിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഇപ്പോഴത്തെ തൽക്കാലത്തെ ഒരു പ്രശ്നമാണ് നിങ്ങളുടെ എനർജീസിലുള്ളത്. ഒരാൾക്ക് മറ്റേയാളെ പേടിയാണ്, ഇത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതിനപ്പുറം ആവുമോ എന്നൊരു പേടി.
അപ്പോ ചിലപ്പോ ഒരാൾ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങൾ അയാൾ വീട്ടിൽ കണ്ടു വളർന്ന സാഹചര്യമൊക്കെ വെച്ചിട്ടായിരിക്കും അയാൾ മറ്റവളോട് പെരുമാറുന്നത്. അത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാനുള്ള ആ സമയം എത്തിയിട്ടുണ്ടാവില്ല. അപ്പോ ഈ ഒഴിഞ്ഞു മാറുന്നതിന് പകരം ആ വ്യക്തി എനിക്ക് ഇങ്ങനത്തെ സ്വഭാവം, ഇങ്ങനത്തെ ഇത് ഇഷ്ടമല്ല, എനിക്ക് നിങ്ങളെ പേടിയാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ സ്വഭാവത്തിൽ മറ്റേയാള് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുക. അത് നിങ്ങളായിരിക്കും ചിലപ്പോ. നിങ്ങളുടെ അടുത്ത് നിന്നാണ് ഈ വ്യക്തി ഒഴിഞ്ഞു മാറുന്നത്. അപ്പൊ നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായി തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതൊരു കല്യാണത്തിലേക്ക് പോകാനുള്ള യോഗം ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റിസ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. അത് മാരേജിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ വിവാഹ യോഗമുണ്ട് നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ? വിവാഹശേഷമുള്ള ഫ്യൂച്ചർ കുറെയൊക്കെ കുറച്ച് കള്ളത്തരമൊക്കെ ഉണ്ടാവും, കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും ആദ്യമൊക്കെ. ഭയങ്കര എന്നുവെച്ചാല് ഒരാള് ജനിച്ചു വളർന്ന സ്വഭാവം മാറ്റിയെടുക്കാൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല, എന്നാലും നമുക്കൊന്ന് ഒതുക്കി വെക്കാൻ പറ്റും. ചില സോഡിയാക് സൈൻസ് എന്താ പറയാ, പ്രത്യേകിച്ച് സ്പൈസിസ് സോഡിയാക് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എന്താ പറയാ, ചില പ്ലാനറ്ററി പ്രശ്നങ്ങൾ കൊണ്ട് ചില പൈസീസ് സോഡിയാക് സൈന് അഭിനയിക്കാൻ നല്ല കഴിവാണ്. അവരുടെ ഉള്ളിലുള്ള ശരിക്കുള്ള കാര്യം ഒരിക്കലും പറയില്ല. അവര് എന്താ പറയാ, ചിലപ്പോ ദൂഷ്യ സ്വഭാവങ്ങൾ ഉള്ളത് അവർ മറച്ചു വെച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. പൈസീസ് സോഡിയാക് സൈനിലാണ് മെയിൻ ആയിട്ട്. മറ്റുള്ളവർക്ക് അധികം അഭിനയിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് അവര് സ്വന്തം സ്വഭാവം പുറത്തു വരും. പൈസീസിന് അങ്ങനെ, ചില പൈസീസ് സോഡിയാക് സൈനിന് അങ്ങനെ ഒരു നമ്മള് അവരെ ശരിക്കുള്ള സ്വഭാവം കാണുമ്പോൾ അന്തം വിടും. ഇതാണോ ശരിക്കുമുള്ള, നമ്മൾ വിചാരിച്ചതേ അല്ലല്ലോ എന്നൊരു ഇത് വരും. മനസ്സിലായോ? അപ്പോ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് പൈസീസ് സോഡിയാക്. അപ്പൊ ചില സോഡിയാക് സൈനിന് നമ്മള് ആദ്യം കാണാത്ത പ്രശ്നങ്ങള് പിന്നെ പിന്നെ കണ്ടുവരുമ്പോ മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് അന്തം വിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം വിവാഹത്തിന് ശേഷം കുറച്ചൊക്കെ ഒരു കള്ളത്തരമൊക്കെ ഉണ്ട് ഈ വ്യക്തിക്ക്. നിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയൊക്കെ ചെയ്യും ഈ വ്യക്തി. മനസ്സിലായോ? അപ്പോ കുറച്ചൊരു ഉഴപ്പ് സ്വഭാവമുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. എന്താ പറയാ, ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ടാവും. വിവാഹം കഴിഞ്ഞാലും ഈ വ്യക്തിക്ക് ഇഷ്ടംപോലെ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാല് അങ്ങനെ തേർഡ് പാർട്ടി നിങ്ങളെ ഉപേക്ഷിച്ചു പോയി ഈ വ്യക്തി വേറെ ആളെ വിവാഹം കഴിക്കുമെന്നല്ല. പക്ഷെ ഈ വ്യക്തിക്ക് മറ്റ് ആളുകളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട്, പെട്ടെന്ന് ബോറടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അപ്പോ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ വ്യക്തി നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ആ ഒരു എനർജിയിലേക്ക് തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ കോൺസിക്വൻസസ്, പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നൊരു കാര്യം വളരെ ക്ലിയർ ആക്കുക. നിങ്ങൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, എന്ത് സ്വഭാവമാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മറ്റുള്ള, കാരണം ആദ്യം തന്നെ പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളൊന്ന് ആ വ്യക്തി ഒന്ന് ബാക്ക് ഔട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ് സംസാരിച്ച് തിരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ ഇനി ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ആദ്യം വ്യക്തി പോയതാണ്, അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു കൊണ്ടതാണ്. അപ്പൊ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് പേടിയുണ്ടാവും. വ്യക്തി എന്തെങ്കിലും പറഞ്ഞാൽ പോയി കളഞ്ഞാൽ നേരത്തെ പോയതല്ലേ. അപ്പൊ നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. അത് ചെയ്യരുതെന്നാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഇഷ്ടമല്ല. അതുപോലെ നിങ്ങൾക്കും ആ വ്യക്തിയുടെ സ്വഭാവത്തിലുള്ള ദൂഷ്യങ്ങൾ ഇഷ്ടമല്ല. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യരുതെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പേടിച്ച് മാറി നിൽക്കരുത്. അയ്യോ നാളെ ഈ വ്യക്തി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊരു പേടി കൊണ്ട് നിങ്ങൾ ചിലപ്പോ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പ്രതികരിക്കണമെന്നാണ് പറയുന്നത്, മിണ്ടാതിരിക്കരുത്. ഈ വ്യക്തി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഈ വ്യക്തി ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ ഇത് പറ്റില്ല, ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം കാണിക്കണമെന്നാണ് യൂണിവേഴ്സ്. അപ്പൊ പ്രശ്നങ്ങൾ വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ വിവാഹം കഴിക്കും, പക്ഷേ രണ്ടുപേരും തമ്മിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ, വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കില്ലല്ലോ. സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആരും പ്രതീക്ഷിക്കണ്ട. നമ്മൾ അമ്മയോടും അച്ഛനോടും വരെ, ബ്രദർ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ഉണ്ടാകും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് വിവാഹ ജീവിതത്തിൽ. രണ്ട് വ്യക്തികളാണ്, അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാവും. പിന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് പോകാൻ ശ്രമിക്കുക മാക്സിമം. ഡിവോഴ്സ് ചെയ്യുക എന്നുള്ളത് ഒരു സൊല്യൂഷൻ അല്ല.
ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഉടനെ ഡിവോഴ്സ് എടുത്തിട്ട് അടുത്ത റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ നമ്മളുടെ ഇതേ വ്യക്തിത്വം കൊണ്ടിട്ടാണ് നമ്മൾ കയറുന്നത്, അവിടെയും പ്രശ്നം ഉണ്ടാവും. അതിലും ഭേദം ഈ റിലേഷൻഷിപ്പിൽ തന്നെ കോംപ്രമൈസ് ചെയ്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതല്ലേ നല്ലത് എന്നതാണ് ഇവിടുത്തെ ഒരു തീമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ, അതിൽ നിങ്ങൾ ഈസി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്ടംപോലെ സീക്രറ്റുകൾ ഉണ്ടാവും കേട്ടോ. അത് എല്ലാം എനിക്കറിയണം, നിങ്ങളെ കുറിച്ച് എല്ലാം എനിക്കറിയണമല്ല, എന്നെ കുറിച്ച് എല്ലാം നിങ്ങൾ അറിയണം എന്നൊരു കാര്യമില്ല. രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. നമ്മള് പഴയ കാലത്ത് പണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തുറന്ന് പറയുക, എല്ലാം ആരോടും തുറന്ന് പറയേണ്ട കാര്യമില്ല. കുറെയൊക്കെ നമ്മളുടെ ഉള്ളിൽ സൂക്ഷിക്കുക. കാരണം നമ്മൾ മനുഷ്യരാണ്, വൈകാരിക ജീവികളാണ്, അങ്ങനത്തെ ജീവികളാണ്. അപ്പൊ നമ്മൾ തെറ്റുകളൊക്കെ ചെയ്യും, 100% ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ നുണയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ നേരെ മുമ്പിൽ കാണാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ ചുഴിഞ്ഞെടുക്കാൻ ശ്രമിക്കരുത്. അത് ജീവിക്കാൻ പറ്റില്ല നമുക്ക് അങ്ങനെ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ തന്നെ അത് നമ്മൾ ആ വ്യക്തിയോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുക്കേണ്ടതുണ്ടെങ്കിൽ നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, നമുക്കൊരു കോമൺ സെൻസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇത് സീരിയസ് ആയ കാര്യമാണോ, അത്ര വലിയ കാര്യമായ കാര്യമാണോ അല്ലയോ എന്ന്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്ടംപോലെ സീക്രട്സ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറെയൊക്കെ നിങ്ങളുടെ തോന്നലുകളായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ വ്യക്തി സീക്രട്സ് ഇപ്പൊ നിങ്ങളുടെ മൊബൈൽ നിങ്ങളിൽ നിന്ന് മാറ്റി വെക്കുന്നു. പാസ്വേഡ് ഇപ്പൊ ചിലർ പറയുന്നേക്കാം, എന്തിനാ പാസ്വേഡ് ലോക്ക് ഒക്കെ ഇടുന്നത്, കള്ളത്തരം ഇല്ലെങ്കിൽ പാസ്വേഡ് ലോക്ക് ഇടേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. ഈ വ്യക്തി പുറത്തു പോകുമ്പോൾ കടയിലൊക്കെ വെച്ചിട്ട് മൊബൈൽ മറന്നു പോയാൽ ആർക്ക് വേണമെങ്കിലും, സെക്യൂരിറ്റി ലോക്ക് ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇയാളുടെ മൊബൈൽ യൂസ് ചെയ്യാം, ഈ സ്ത്രീയുടെ മൊബൈൽ. അപ്പൊ അതുകൊണ്ടൊക്കെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട. അത് റിലേഷൻഷിപ്പിന്റെ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരരുത് കേട്ടോ. ആൾക്കാർ പലതും പറയാമെന്ന് കേൾക്കണ്ട, കുറെയൊക്കെ നിങ്ങളുടെ തോന്നലുകളാണ്. ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ മെജോറിറ്റി നിങ്ങളുടെ തോന്നലുകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് കുറെയൊക്കെ നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഇതുണ്ടോ എന്ന് അന്വേഷിച്ച് കിടക്കും. അപ്പൊ പ്രശ്നമാകും. അതിന്റെ ഒന്നും ആവശ്യമില്ല, അത്രയും പ്രശ്നമൊന്നുമില്ല. കുറച്ചൊക്കെ എന്താ പറയാ, പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്നത്. വെർഗോ, പൈസീസ്, ക്യാൻസർ, പൈസീസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ കുറച്ച് കോമൺ സെൻസ് ഉള്ളവർക്ക് പൈസസിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഈ പൈസസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു പൈസസ് ആണെങ്കിൽ ഈ വ്യക്തിയുടെ കുറെ കാര്യങ്ങള് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നി, ഇത് വ്യക്തി ഇങ്ങനെ ആവുന്നത്, ഇതിങ്ങനെ പോസിബിൾ ആവുന്നത് എങ്ങനെയാണ്. അപ്പൊ ചിലർക്ക് അത്രയും കിഴിഞ്ഞു ചിന്തിക്കാത്തവര് ഈ വ്യക്തിയായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് കുറച്ച് ചുഴിഞ്ഞു നോക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ ബന്ധത്തിൽ എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങളായിട്ട് വരുത്തി വെക്കുന്നതാണത്. അതുകൊണ്ടാണ് കുണ്ഡലിനി യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് ചിലര് ഡിറ്റക്റ്റീവ് ആവും, റിലേഷൻഷിപ്പിലും ഡിറ്റക്റ്റീവ് കളിച്ച് നടക്കുമ്പോഴേക്കും വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മുമ്പിൽ വരാൻ തുടങ്ങും. നമ്മള് അത് ചോദിച്ചു മേടിക്കുന്ന കാര്യങ്ങളാണ്. ചിലത് അങ്ങനെ പൊക്കോളും, ചിലത് നമ്മൾ ചോദിച്ചു മേടിക്കും. അപ്പൊ നമുക്ക് ജീവിതം ദുസ്സഹമായിട്ട് മാറും. എന്താ പറയാ, ലീബ്ര, ക്യാൻസർ, പൈസീസ്, വെർഗോ, പൈസീസ്, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് കണ്ടത്. എനിക്ക് ആ ആദ്യത്തെ ഇത് കണ്ടപ്പോഴേ അതൊരു പൈസസ് കണക്ഷൻ തോന്നിയോണ്ടാണ് ഞാൻ അത് പൈസസ് ആണ് കൂടുതലായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടുവന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അറിഞ്ഞു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.